എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന വലിയൊരു കാര്യം, ഈ ഒരു ക്ലാസ്സോടുകൂടി 3rd സെമസ്റ്റർ ഹിസ്റ്ററി നമ്മൾ പൂർത്തിയാക്കും. അതിനുശേഷം നമ്മളുടെ 4th സെമ്മിലെ നമുക്ക് വീണ്ടും എല്ലാവർക്കും ഒത്തിരി താല്പര്യമുള്ള അല്ലെങ്കിൽ അല്പം കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേർണലിസമാണ് നമ്മളിനി 4th സെമ്മിൽ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നു. നമുക്കറിയാം, ഒന്നിടവിട്ടുള്ള സെമസ്റ്ററുകളിൽ അല്ലെങ്കിൽ 1st-ലും 4th-ലും ജേർണലിസം, 2nd-ലും 3rd-ലും ഹിസ്റ്ററി. നമ്മൾ കുറേ ഐഡിയോളജികൾ, പുതിയ ചില ആശയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ടെററിസം, ഫെമിനിസം, ഗ്ലോബലൈസേഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പുത്തൻ ആശയങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വിഷയവുമായിട്ടാണ്, അല്ലെങ്കിൽ പുതിയൊരു ആശയം നിങ്ങളുടെ മുൻപിൽ ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ജെൻഡർ ഇഷ്യൂസ് ലോകത്തെന്നും വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള വിഷയമാണ് ജെൻഡർ ഇഷ്യൂ. ജെൻഡറും സെക്സും സെയിം ആണോ എന്നുള്ള ഒരു ഡൗട്ട് കാലങ്ങളായിട്ട് നമുക്കിടയിലുള്ളതാണ്. ജെൻഡറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് നാളുകൾ മുൻപ് വരെ ജെൻഡർ എന്ന കോളത്തിൽ മെയിൽ, ഫീമെയിൽ കോളം കഴിഞ്ഞു അല്ലേ? ഇന്നിപ്പോൾ ഒരു കോളം കൂടി ആഡ് ചെയ്തു, ട്രാൻസ്ജെൻഡർ. സമൂഹത്തിൽ അംഗീകാരം കിട്ടേണ്ട ഒരു വിഭാഗമാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു ട്രാൻസ്ജെൻഡർ വിരുദ്ധനുമല്ല. അത് ഹോർമോണിൻ്റെ ഇൻ്റർചേഞ്ച് കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്, ആരും വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ലല്ലോ. അവർക്കല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഐഡൻറ്റിറ്റിയിൽ നിന്ന് മാറി മറ്റൊരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറണം എന്നുള്ളത് അവരുടെ ഒരു നിർബന്ധ ബുദ്ധിയൊന്നുമല്ല, അങ്ങനെ അവർക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരെ കൂടി സമൂഹം അംഗീകരിച്ചേ പറ്റൂ. കാരണം അവരും സാമൂഹിക ജീവികളാണ്, ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ ആരും അങ്ങനെ ചെയ്യുന്നുമില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. പക്ഷേ പലരും അതിലെ പലതരത്തിലുള്ള ആശയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ ജെൻഡർ ഇഷ്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ട്രാൻസ്ജെൻഡർ എന്നൊരു ഇഷ്യൂവിനെ കുറിച്ചിട്ടല്ല ചർച്ച ചെയ്യുന്നത്. ഇവിടെ മറ്റു തരത്തിലുള്ള ലിംഗ അസമത്വത്തെ കുറിച്ചിട്ട് പറയാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് എന്താണ് വിഷയം എന്നുള്ളത് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ മതി. ജെൻഡർ ഈക്വാലിറ്റി ഈസ് എ ഹ്യൂമൻ റൈറ്റ്, ബട്ട് അവർ വേൾഡ് ഫേസസ് എ പെർസിസ്റ്റൻറ്റ് ഗ്യാപ്പ് ഇൻ ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ ഫോർ വുമൻ ആൻഡ് മെൻ. ആണിനും പെണ്ണിനും എല്ലായിടത്തും തുല്യ അവകാശം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജെൻഡർ ഇഷ്യൂ. ട്രാൻസ്ജെൻഡറിൻ്റെ ഇഷ്യൂ ഒക്കെ ഇപ്പോഴത്തെ കറണ്ട് സാഹചര്യത്തിൽ പറയേണ്ട വിഷയങ്ങളാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അന്നതൊന്നൊരു പ്രശ്നമേ അല്ലായിരുന്നു. അന്ന് എന്ന് പറയുമ്പോൾ ഒരു 1900 മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ഇത് വലിയൊരു വിഷയമായിട്ട് പറഞ്ഞു കേട്ടിരുന്ന കാര്യമല്ല. ഓൾമോസ്റ്റ് 2000-ഓടടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ഇഷ്യൂവിനെ പറ്റി ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിന് അന്നോട്ടുള്ളൊരു വാലിഡിറ്റി തന്നെയുള്ളൂ, അതിൽ കൂടുതലില്ല. പറഞ്ഞ ആശയം ക്ലിയർ ആണല്ലോ. ഇവിടെ ചർച്ച ചെയ്യുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം എന്തിലെ ഡിസിഷൻ മേക്കിങ്ങിലും സൊസൈറ്റിയിലും ലഭിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യം. ഗ്ലോബലി women have fewer opportunity for economic participation than men, less access to basic and higher education, greater health and safety risks,
ആൻഡ് ലെസ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് അസമത്വം. പൊളിറ്റിക്കൽ മേഖലയിൽ അർഹിക്കപ്പെടുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ല. ഹയർ ആൻഡ് ലോവർ എഡ്യൂക്കേഷൻ രണ്ടും നേടാനായിട്ട് അവരെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുന്നു. പൊളിറ്റിക്സിൻ്റെ കാര്യം പിന്നെ പറയും വേണ്ട, അവർക്ക് പാർട്ടിസിപ്പേഷനും ഇല്ല. എലക്ഷന് മത്സരിക്കാൻ പാടില്ല, എലക്ഷനിൽ കാൻഡിഡേറ്റായിട്ട് നിൽക്കാൻ പാടില്ല, നിന്നാൽ തന്നെ ജയിക്കില്ല, ഇങ്ങനെ തുടങ്ങി വോട്ടവകാശം ഇല്ല, പല രീതിയിലുള്ള അസമത്വങ്ങൾ. ഇതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ജെൻഡർ ഈക്വാലിറ്റി, besides being a fundamental human right, is essential to achieve peaceful societies with full human potential and sustainable development. In Britain, as elsewhere in the world, gender issues are subject of hot discussion in all times. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടെങ്കിലും ബ്രിട്ടനാണ് ആദ്യമായിട്ട് ഈ വിഷയത്തെ വളരെ കൊടുമ്പിരി കൊള്ളുന്നൊരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുവന്നൊരു രാജ്യം ബ്രിട്ടനാണ്. ബ്രിട്ടന് മുമ്പ് ഒരു രാജ്യവും ഇത്രമേൽ ജെൻഡർ ഇഷ്യൂസിനെ പറ്റി കൂടുതലായിട്ട് കൺസേൺ ആവുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുകയോ ചെയ്തിട്ടില്ല. എന്നും ചർച്ച ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച് ആദ്യം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സമത്വം വേണം, ജെൻഡർ ഈക്വാലിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ട ആദ്യ രാജ്യവും ഇംഗ്ലണ്ട് തന്നെയാണ്. In 2018, the UK ranked 15th in the Global Gender Gap Index, placing it just behind other European countries such as France and Germany, but it was one of the leading nations for the gender equality nevertheless. As of 2019, the United Kingdom is in a minority of states to have a female leader as the Prime Minister Theresa May. The proportion of female MPs in the House of Commons has been increasing in almost every election since 1979, when it was just 3% compared with 32% in 2017. അപ്പോൾ മൊത്തം ജെൻഡർ ഗ്യാപ്പിൻ്റെ ഇൻഡെക്സ് കണക്കാക്കിയാൽ അതിൽ ലോകത്ത് 15ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. ഗ്യാപ്പ് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 15ാം സ്ഥാനത്ത്. അതിൻ്റെ കാരണം കാലങ്ങളായിട്ട് അവർ നടത്തുന്ന വ്യക്തമായിട്ടുള്ള ജെൻഡർ ഇഷ്യൂസിലുള്ള ഇടപെടലാണ്. ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു സമകാലീന കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലൊരു ഇൻഡെക്സ് റേറ്റ് ഇവർ കൂടുതൽ നിൽക്കാനായിട്ട് കാരണം. മറ്റൊന്ന് പറയുന്നത് ഇവിടെ വുമൻസിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും വർദ്ധിച്ച് വരികയാണ്. അതേസമയം ഇന്ത്യയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇന്ദിരാഗാന്ധി ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായതുകൊണ്ടും ഗാന്ധി കുടുംബത്തിൽ അംഗമായതുകൊണ്ടും ആയിരിക്കണം പൊളിറ്റിക്സിൽ ഇത്രമേൽ ആക്റ്റീവായത്. അതിനുശേഷം ഒരു സ്ത്രീ പ്രധാനമന്ത്രി ആകുന്ന അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു അവസ്ഥയാണ്. സോണിയാഗാന്ധി ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന നേതാവായി വളർന്നെങ്കിലും പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അത് കാണിക്കുന്നതും ഒരു ജെൻഡറിനേക്കാൾ ഉപരി വിദേശം സ്വദേശം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് സോണിയയ്ക്ക് മത്സരിക്കാൻ കഴിയാതെ പോയതും അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലെത്താൻ കഴിയാതിരുന്നു. എന്നിരുന്നാലും സ്ത്രീകളുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇന്ത്യയിൽ കണക്കാക്കിയാൽ നമ്മളിപ്പോൾ സംവരണ ബില്ലൊക്കെ കൊണ്ടുവന്നു. 33%, 50% സംവരണം സ്ത്രീകൾക്ക് വേണം. നിങ്ങളുടെ നാട്ടിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ കണ്ടാലറിയാം, പഞ്ചായത്തിൽ ഓരോ വാർഡുകൾ ഓരോ വർഷം ഈ വട്ടം ഇലക്ഷൻ നടക്കുമ്പോൾ 1ാമത്തെ വാർഡാണ് സ്ത്രീ സംവരണമെങ്കിൽ അടുത്ത വർഷം 2ാമത്തെ വാർഡായിരിക്കും സ്ത്രീ സംവരണം. അവിടെ സ്ത്രീകൾ മാത്രമേ മത്സരിക്കുള്ളൂ. സ്ത്രീകൾ മത്സരിക്കാനില്ലെങ്കിൽ ആ വാർഡിൽ നിന്ന് മെമ്പറില്ല, വേക്കൻ്റാണ്. സ്ത്രീകളില്ലാത്തതുകൊണ്ട് പുരുഷന് മത്സരിക്കാൻ പറ്റില്ല. സംവരണം എന്ന് പറയുന്നത് അതാണ്, റിസർവ് കാറ്റഗറി. ചില കോളേജുകളിലേക്ക് അഡ്മിഷൻ നടക്കുമ്പോൾ കാണാം സ്പോർട്സ് കോട്ട അഡ്മിഷൻ്റെ ഒരു കാറ്റഗറിയാണ്. സ്പോർട്സ് കോട്ടയിലേക്ക് ആളില്ല, ഞങ്ങൾക്ക് പകരം
നല്ല മാർക്കുള്ളൊരു കുട്ടി, മെറിറ്റിലുള്ളൊരു കുട്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾ എടുത്തോട്ടെ ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി ഒലക്കിയും കൊണ്ടുവരും നമ്മുടെ തലടിച്ച് പൊളിക്കാൻ. സ്പോർട്സ് കോട്ടക്കാർക്കുള്ളത് സ്പോർട്സ് കോട്ടക്കാർക്ക് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ടെന്നേ, അവിടെ കിടന്നോട്ടെ, നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അത് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമല്ല അതൊരിക്കലും, അത് കൃത്യമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. റിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർക്ക് അവർക്ക് മാത്രമേ അത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷത്തിലും കൃത്യമായിട്ട് ഒരു ഇൻക്രീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ പ്രധാനമന്ത്രി തെരേസ മേ അധികാരത്തിൽ ഒരുപാട് നാളിരുന്നു എന്നുള്ളത്. While women appear to be approaching equality in British politics, progress has been arguably slower in the wider workplace. From the second half of the 20th century, Britain launched legislative measures towards gender equality. The introduction of contraceptive pill in 1961 was an important step. The Married Women Property Act of 1964 gave women a little more financial independence, but also provided official recognition that many women were still dependent on their husbands for their income in the first place. അപ്പോൾ ഇവിടെ കാണിക്കുന്നൊരു വലിയ സിംറ്റമുണ്ട്. കാലത്തിനനുസരിച്ച് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് വിധേയമാവുകയും സ്ത്രീകൾക്കും പുരുഷനോടൊപ്പം തന്നെ അവകാശ സംരക്ഷണം ലഭിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുള്ളത് കൊണ്ടുമാണ് ഇത്തരത്തിൽ ഇവരെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവർക്ക് പ്രാതിനിധ്യം കൂടുതൽ കൊടുക്കുന്നു. The Sex Discrimination Act of 1975 protect individuals from being discriminated against in employment, vocational training and education. അവിടെ കൃത്യമായിട്ട് സെക്സ് ഡിസ്ക്രിമിനേഷൻ ആക്ട് 1975 കൊണ്ടുവന്നു. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പുരുഷന് ലഭിക്കുന്ന എഡ്യൂക്കേഷനോ പുരുഷന് ലഭിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ഗവൺമെൻറ്റിന് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് 1975 ആക്ട് പാസ്സാക്കി. ദിസ് വാസ് അമെൻഡഡ് ബൈ ദ സെക്സ് ഡിസ്ക്രിമിനേഷൻ ആക്ട് ഓഫ് 2002. 2002 ഈ ആക്ടിൽ വീണ്ടും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അമെൻമെൻറ്റ് കൊണ്ടുവന്നു. The United Nations declared 1975 an International Year for Women in order to raise global awareness of women's rights. It helped to raise awareness in Britain about gender equality. The Equal Pay Act of 1970 mandates equal pay for equal work regardless of individual gender. 1970 തന്നെ ഈക്വൽ പേ എന്ന നിയമം പാസ്സാക്കി. ഒരു ജോലി രണ്ട് ജെൻഡറിൽപ്പെട്ട ആൾക്കാർ ചെയ്താലും അവരുടെ ജെൻഡർ നോക്കാതെ ചെയ്യുന്ന തൊഴിലിന് അനുസൃതമായിട്ടുള്ള വേതനം അവർക്ക് അനുവദിക്കണം എന്നുള്ള ആക്ട് ഇവർ പാസ്സാക്കി. ദ ഈക്വാലിറ്റി ആക്ട് ഓഫ് 2006 and 2010 served a codify and combine all equality enactment within Great Britain and provide comparable protections across all equality standards. The Equality and Human Rights Commission, founded in 2007, is a non-departmental public body which has responsibility for the promotion and enforcement of equality and non-discrimination laws in England. അപ്പോൾ കൃത്യമായിട്ട് ഈ ഈക്വാലിറ്റി സ്ത്രീകൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു EHRC എന്ന പേരിൽ ഒരു ഈക്വാലിറ്റി ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയും കൃത്യമായിട്ട് അത് നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജെൻഡർ ഇഷ്യൂസ് അങ്ങനെ പലപ്പോഴായിട്ട് ഉയർന്നു വരികയും അതിനെ കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ് നമ്മൾ ഈ കാണുന്ന ഇംഗ്ലണ്ട്. ഇനി യൂറോപ്യൻ യൂണിയൻ. എന്തിനാണ് യൂണിയൻ്റെ ആവശ്യം വന്നത്, എന്തിനാണ് യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ ഒന്നു ചേർന്നത് എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിന്നാൽ എല്ലാ രാജ്യങ്ങളുടെയും ഡെവലപ്മെൻറ്റ് സാധ്യമാകുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആവിർഭാവം സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കിനി നോക്കാം. യൂറോപ്യൻ യൂണിയൻ EU is an international organization comprising 27 European countries and governing common economic and social and security policies. Originally,
Confined to Western Europe, the EU undertook a robust expansion into Central and Eastern Europe in early 21st century. The United Kingdom had been a founding member of the EU. The EU was created by Maastricht Treaty, which came into force on November 1st, 1993. The treaty was designed to enhance European political and economic integration by creating a single currency, euro, a unified foreign and security policy, and common citizenship right. എന്തിനാണ് EU തുടങ്ങിയത് എന്നാണ് ഇവിടെ പറയുന്നത്. EU തുടങ്ങിയത് മാസ്ട്രിച്ച് ട്രീറ്റി പ്രകാരമാണ്. ട്രീറ്റിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട അല്ലെങ്കിൽ യൂറോപ്പിലുള്ള രാജ്യങ്ങളുടെ സമഗ്രമായ വികസനത്തിനും മറ്റു രാജ്യങ്ങളെ താഴ്ന്ന രീതിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് പരസ്പര സഹകരണത്തിനും വേണ്ടി യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഒരു നാണയത്തിന് കീഴിൽ, ദാറ്റ് മീൻസ് സിംഗിൾ കറൻസി, അതാണ് യൂറോ എന്ന നാണയത്തിന് കീഴിൽ വരാനും അതുപയോഗിച്ചുകൊണ്ട് യൂറോപ്പിലെ എല്ലായിടത്തും കൃത്യമായിട്ടുള്ള വിനിമയം നടപ്പിലാക്കുന്നതിനും യൂറോപ്പിലെ രാജ്യങ്ങൾ കൈകോർത്ത സംവിധാനത്തെയാണ് EU അഥവാ യൂറോപ്യൻ യൂണിയൻ എന്ന് വിളിക്കുന്നു. The treaty underlined advancing cooperation in areas of immigration, asylum, and judicial affairs. The EU was awarded the Nobel Prize for Peace in 2012 in recognition of the organization's effort to promote peace and democracy in Europe. അപ്പോൾ ഈ EUവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും സമാധാനം, ഡെമോക്രസി, ജനാധിപത്യം ഇത് നിലനിർത്തുക, അതിനുവേണ്ടി വേണ്ട എഫേർട്ടുകൾ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് അവിടുത്തെ നേതാക്കളുമായിട്ടും അവിടുത്തെ ജനങ്ങളുമായിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ, ഒരു യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് മാറാനുള്ള ഇമിഗ്രേഷൻ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യുക. കാരണം അതിലൊരു കോമൺ സിറ്റിസൺഷിപ്പ് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഏത് യൂറോപ്യൻ കൺട്രിയിൽ വേണമെങ്കിലും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ഏകദേശം 27ഓളം രാജ്യങ്ങൾ, അതിലേത് രാജ്യത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാറാനും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെയുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനമാണ് EU നടപ്പിലാക്കിയത്. 2012 യൂറോപ്യൻ രാജ്യങ്ങളിൽ സമാധാനം നിലനിർത്തിയതിൻ്റെ പേരിൽ, ഡെമോക്രസി നിലനിർത്തിയതിൻ്റെ പേരിൽ EUവിന്, ഈ പറയുന്ന യൂറോപ്യൻ യൂണിയന് നൊബേൽ പ്രൈസ് സമാധാനത്തിനുള്ളത് കൊടുക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. At the end of the Second World War, several Western European countries sought closer economic, social, and political ties to achieve economic growth and military security. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാതായി. മറ്റൊരു രാജ്യത്തിൻ്റെ സഹായമില്ലാതെ ഇക്കണോമിക് മേഖലയിലും സെക്യൂരിറ്റി മേഖലയിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് ആ മേഖല ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുന്നത്. വിത്ത് ദിസ് എയിം ദ യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി was founded in 1952. It was the outcome of Paris Treaty of 1951. But Britain did not join this collective. A series of further international treaties and treaty revision based largely on this model led eventually to the creation of European Union. അപ്പോൾ 1952 കോൾ ആൻഡ് സ്റ്റീൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും കൂടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. 1951 അതിനുവേണ്ടി പാരീസിൽ നടന്ന ചർച്ചയിൽ ഒരു ട്രീറ്റി ഉണ്ടാക്കി, ഉടമ്പടി ഉണ്ടാക്കി. പക്ഷെ അന്ന് അതിനോടൊരു സമീപനം കാണിക്കാതിരുന്ന, അനുകൂല സമീപനം കാണിക്കാതിരുന്ന ബ്രിട്ടൻ പിന്നീട് അതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു. ഓൺ March 25, 1957 the 6 ECSC members, Belgium, France, Italy, Luxembourg, Netherlands, and West Germany, signed the Treaty of Rome and established the European Economic Community, EEC. ആദ്യമായിട്ട് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ, 6 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അവർ കൂടിച്ചേർന്നൊരു
ഇക്കണോമിക് യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് ആദ്യം തീരുമാനിച്ചു. ദ EEC created a common market that featured the elimination of most barriers to the movement, goods, services, capital and labor. അപ്പോൾ ഗുഡ്സ്, സർവീസസ്, അതുപോലെ തന്നെ ലേബർ എല്ലാത്തിൻ്റെയും സമഗ്രമായിട്ടുള്ള കൈമാറ്റം അത് നടപ്പിലാക്കുന്നതിന് വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കാനായിട്ട് ഈ പറഞ്ഞ EEC തീരുമാനിക്കുകയും അതിൽ ജോയിൻ ചെയ്ത രാജ്യങ്ങൾക്ക് പരസ്പരം അങ്ങനെ ഒരു കോർഡിനേഷനിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തതോടുകൂടി മറ്റ് രാജ്യങ്ങളും അത് ഏറ്റെടുക്കാനായിട്ട് തുടങ്ങി. ത്രൂ ഔട്ട് ദ 1970s and 80s, the EEC gradually expanded both its membership and its scope. In 1973, the United Kingdom, Denmark and Ireland were admitted. അപ്പോൾ 3 രാജ്യങ്ങൾ കൂടി ഇതിലേക്ക് കടന്നു വന്നു. യുണൈറ്റഡ് കിങ്ഡം വന്നു. യുണൈറ്റഡ് കിങ്ഡം വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലണ്ട്, വെയിൽസ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് ഒക്കെ അതിലേക്ക് കടന്നു വരികയാണ്. ദെൻ ഡെൻമാർക്ക്, അയർലൻഡ് പിന്നെ സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു, അവരും കൂടി ഇതിലേക്ക് കടന്നു വന്നു. ദ സിംഗിൾ യൂറോപ്യൻ ആക്ട് SEA എന്ന് വെച്ചാൽ സിംഗിൾ യൂറോപ്യൻ ആക്ട് വിച്ച് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് on July 1st, 1987, significantly expanded EEC's scope. The act set up a timetable for the completion of a common market. A variety of legal, technical, fiscal and physical barriers continued to limit the free movement of goods, labor, capital and services. ഇത്രയും രാജ്യങ്ങൾ ഒന്നു ചേർന്നെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫ്രീ ട്രേഡ്, ഫ്രീ മാർക്കറ്റ്, അതുപോലെ തന്നെ ഫ്രീ ലേബർ, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ 8ഉം 10ഉം രാജ്യങ്ങളൊക്കെ ഇതിൽ സഹകരിക്കുന്നുണ്ട്, പക്ഷേ അവർക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ദ മാസ്ട്രിച്ച് ട്രീറ്റി, ഫോർമലി നോൺ ആസ് ദ ട്രീറ്റി ഓൺ യൂറോപ്യൻ യൂണിയൻ ഓഫ് February 7, 1992 ക്രിയേറ്റഡ് ദി യൂറോപ്യൻ യൂണിയൻ. അങ്ങനെയാണ് 1992 യൂറോപ്യൻ യൂണിയന് വേണ്ടിയിട്ട് മാസ്ട്രിച്ച് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ട്രീറ്റി ഒപ്പുവെക്കുന്നതും ആ ട്രീറ്റി പ്രകാരം ഇവർ സ്വപ്നം കണ്ട പോലെ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, ലേബർ, എൻ്റർപ്രണർഷിപ്പ്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുടെ സർവീസസ്, ഗുഡ്സ് എന്നിവയുടെയൊക്കെ ഒരു കൈമാറ്റത്തിന് വഴിയൊരുങ്ങുന്നത്. The treaty met with substantial resistance in some countries. An amended version of the treaty officially took effect on November 1, 1993. 1992 ട്രീറ്റി ഉണ്ടാക്കിയെങ്കിലും അതിൽ ചില രാജ്യങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് കൊടുക്കുകയും അവരതിലേക്ക് കാര്യമായിട്ട് അടുപ്പിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ 1993 ഒരു റിവിഷനും ഒരു അമെൻമെൻറ്റും നിയമത്തിൽ കൊണ്ടുവന്നു. ട്രീറ്റിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി. അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി രാജ്യങ്ങൾക്ക് കൂടി ജോയിൻ ചെയ്യാവുന്ന രീതിയിലേക്ക് ട്രീറ്റി വീണ്ടും പുനഃക്രമീകരിച്ചു. ദ EU was given its current structure and powers in 2007 with the Lisbon Treaty, also known as Reform Treaty. 2007 നടന്ന ചർച്ചയിൽ ലിസ്ബണിൽ വെച്ച് അവരൊരു പുതിയ ട്രീറ്റി ഉണ്ടാക്കി. ആ ട്രീറ്റി പ്രകാരം EUവിന് നിലവിൽ കിട്ടുന്ന എല്ലാ പ്രാധാന്യങ്ങളും അംഗീകാരങ്ങളും അവകാശങ്ങളും നൽകപ്പെട്ടത് ആ ട്രീറ്റിയിലൂടെയാണ്. Under these treaties, the 27 members agreed to pool their sovereignty and delegate many decision-making powers to the EU. There are 7 official EU institutions which can be roughly grouped by their executive, legislative, judicial and financial functions. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തു. ഇവരുടെ 7 ഒഫീഷ്യൽസ് ഉള്ള EU ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടി? നിയമ നിർമ്മാണ സാമ്പത്തിക കാര്യങ്ങളിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി പോലെ 7 മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ ഇവർ തിരഞ്ഞെടുത്തു. The European Council and European Commission are the executive institutions. The Council consisted EU's top political leaders consist of the President or Prime Minister of every member state. അപ്പോൾ ഇവിടെ ഒരു കൗൺസിലുണ്ട്, യൂറോപ്യൻ കൗൺസിൽ ഉണ്ടാവും. ദെൻ ഒരു യൂറോപ്യൻ കമ്മീഷൻ ഉണ്ടാവും.
രണ്ടിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എക്സിക്യൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നടപ്പിലാക്കുക, എടുക്കുന്ന തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ഏകീകരിപ്പിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന ഉത്തരവാദിത്തം. അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് യുവിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള ഏറ്റവും ഉയർന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരോ പ്രസിഡൻറ്റുമാരോ മെമ്പേഴ്സായിട്ടുള്ള ഒരു യൂറോപ്യൻ കൗൺസിലിനെ അവർ ഫോം ചെയ്യും. ഇറ്റ്സ് സബ്മിറ്റ് സെറ്റ് ദ യൂണിയൻസ് ബോർഡ് ഡയറക്ഷൻ and settle urgent high-level questions. The European Commission is the executive body of the EU and wield day-to-day affairs of the Union. It progress laws, manage the budget, and implement decision, issues regulation, and represent the EU around the world at summits and in negotiation and in international organization. അപ്പോൾ ഈ യുവിൻ്റെ കമ്മീഷൻ, അതായത് ഇവർ തിരഞ്ഞെടുക്കുന്ന കൗൺസിലിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, ഇവർക്ക് വേണ്ട നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുക, ഇവർക്ക് വേണ്ട ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രശ്നങ്ങൾ ആരാഞ്ഞ് അതിൽ വേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്താനും മറ്റ് രാജ്യങ്ങളെ അതിലേക്ക് ഒരു സമ്മതിപ്പിച്ച് കൊണ്ടുവരാനുള്ളൊരു അനുനയ ശ്രമത്തിലേക്ക് കടക്കാനും ഒപ്പം തന്നെ യുവിൻ്റെ പ്രവർത്തനങ്ങളെ ഏകീകരിപ്പിച്ച് കൊണ്ടുപോവുകയും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകളിൽ യുവിൻ്റെ പ്രതിനിധികളായിട്ട് പങ്കെടുക്കുക എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതും ഈ പറയുന്ന കൗൺസിലിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ കൗൺസിലാണ് ഇവർക്ക് വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ മീറ്റിങ്ങുകളിൽ പോയി പങ്കെടുക്കുകയും മീറ്റിങ്ങിൽ യൂറോപ്യൻ യൂണിയൻ്റെ തീരുമാനം എന്താണെന്ന് അവിടെ റെപ്രസെൻറ്റ് ചെയ്ത് പറയാനുള്ള അനുവാദം അല്ലെങ്കിൽ അവകാശം ഉള്ള ആളുകളാണ് നമ്മളീ പറയുന്ന യുവിൻ്റെ ഈ കൗൺസിൽ മെമ്പേഴ്സിൻ്റെ ഏറ്റവും വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇഷ്യൂസിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗോസിയേഷൻ ആവശ്യമായിട്ട് വന്നാൽ അതിൽ ഒരു ചർച്ചയിലൂടെ അതിനൊരു പരിഹാരം കണ്ടെത്താനും അതിനൊരു സമവായം ഉണ്ടാക്കിയെടുക്കുക എന്ന ഉത്തരവാദിത്വവും ഇവരിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. The European Parliament and the Council of European Union are the legislative bodies of the Union. The European Parliament is only directly elected EU body with representatives appointed by each member state population. It approves laws, budgets, and oversees the Commission. The Council consists of government ministers from all EU members organized by policy area. For instance, all EU members foreign ministers meet together in one group, their agriculture ministers in other, and so on. അപ്പോൾ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലിൽ എല്ലാ അംഗരാജ്യങ്ങൾക്കും പ്രാധാന്യം ഉണ്ടായിരിക്കും. അവരുടെ പോപ്പുലേഷൻ അനുസരിച്ച് അവരുടെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ച് ഒരു മെമ്പറോ രണ്ട് മെമ്പറോ ഒക്കെ മീറ്റിങ്ങുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ അവിടുത്തെ അഗ്രികൾച്ചറൽ മിനിസ്റ്റേഴ്സ് അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക വിദഗ്ധരൊക്കെ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സൊക്കെ തമ്മിലുള്ള ചർച്ചകൾ ഓരോ രാജ്യത്തിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള, നമ്മൾ നേരത്തെ കോമൺവെൽത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ യുവിൻ്റെ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ദ കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ഇതൊക്കെ നമ്മൾ വായിച്ചതാണ്. ദ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ ഈസ് ദി EU highest judicial authority interpreting EU law and setting disputes. The European Central Bank ECB manages the euro for the 19 countries that use the currency and implement EU's monetary policy. It's also regulate EU banking system. യൂറോപ്യൻ യൂണിയനിൽ പെട്ട എല്ലാ ബാങ്കുകളുടെയും അല്ലെങ്കിൽ രാജ്യങ്ങളുടെയും സാമ്പത്തിക നിലവാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയിട്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്ന പേരിൽ ECB എന്ന പേരിൽ ഒരു ബാങ്ക് സ്ഥാപിക്കുകയും അത് അവിടുത്തെ യൂറോയിലുള്ള നാണയവിനിമയത്തെ
കൃത്യമായിട്ട് സ്വാധീനിക്കുകയും അതിൽ വേണ്ട അവശ്യ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വോളണ്ടറി സൊസൈറ്റിയാണ്. The EU has been buffeted by a series of crises in recent years. They tested its cohesion. The 2008 global financial crisis was one of the important problems faced by the Union. Many economists agree that European Central Bank failed to respond effectively, leading a recession that was much more severe than it needed to be. Unemployment rose and tax revenue fell. Banks needed bailout and debt in number of EU countries soared. The influx and migrants from Africa and Middle East and Brexit negotiation are some other problems which threatened the existence of the Union. പലയിടത്തുനിന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ EU നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പല അംഗരാജ്യങ്ങളും ഈ യൂറോപ്യൻ യൂണിയൻ വിട്ട് പുറത്തു പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബ്രിട്ടനൊക്കെ EUവിൻ്റെ പുറത്ത് കടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല ഇക്കണോമിക് ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ EUവിന് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാനോ അംഗരാജ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്ത് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുത്ത് അതിന് ഉയർത്തിക്കൊണ്ടുവരാനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രിറ്റിസിസമായിട്ട് നിലനിൽക്കുന്നത്. ഇതുമാത്രമല്ല, ഇതിനെതിരെയുള്ള ഏറ്റവും വലിയ മറ്റൊരു അപവാദം അല്ലെങ്കിൽ വലിയൊരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഈ EUവിൽപ്പെട്ട മെമ്പേഴ്സിലെ രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മൈഗ്രൻസിൻ്റെ കടന്നുവരവൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഇൻ ഏർലി 2020 the bloc struggled to craft a collective response to the outbreak of the new coronavirus disease COVID-19 പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിൽ വളരെയധികം വിറങ്ങലിച്ച് അല്ലെങ്കിൽ സ്തംഭിച്ചു പോയൊരവസ്ഥയിലാണ് യൂറോപ്യൻ യൂണിയൻ നിന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ഇതിനെ തടയിടണം എന്നറിയാതെ, അങ്ങോട്ട് പോകുമെന്നറിയാതെ ആലോചിച്ച് നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ച് ഉണ്ടായതാണ് വലിയൊരു പ്രതിസന്ധിയായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പല രാജ്യങ്ങളും വിട്ടു നിൽക്കാനായിട്ടുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേപ്പറിൽ കേൾക്കുന്ന ഒരു വിഷയമാണ് ബ്രെക്സിറ്റ്. എന്താണ് ബ്രെക്സിറ്റ്? ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കിടയിൽ നടത്തുന്ന ഹിതപരിശോധനയാണ്. ഗവൺമെൻറ് ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഒരു വിഷയം ഇനീഷ്യേറ്റീവ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ ജനങ്ങൾ എത്ര പേര് നിൽക്കുന്നുണ്ട് എന്നുള്ളതിനെ അളക്കുന്നതിൻ്റെ അളവ് കോലാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ജനഹിത പരിശോധനയിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് തന്നെ ഗവൺമെൻറ് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവും. ഇതാണ് ബ്രെക്സിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ബ്രെക്സിറ്റ് ഈസ് ആൻ abbreviation for British exit, referring to the UK's decision in June 23, 2016, a referendum to leave the European Union. In the referendum, when 17.4 million people opted for Brexit, British exit, ബ്രിട്ടന് പുറത്തു പോകാനുള്ള ഒരു പരിശോധന നടത്തുന്നതിനെയാണ് ബ്രെക്സിറ്റ് എന്ന് വിളിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ പുറത്ത് പോണോ ബ്രിട്ടൻ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജനങ്ങൾക്ക് അവകാശം കൊടുക്കുകയും 17 മില്യൺ പീപ്പിള് ബ്രെക്സിറ്റിനെ അംഗീകരിക്കുകയും ചെയ്തു. ഇൻ റെഫറൻഡം വെൻ 17.4 million people opted for Brexit, this gave the leave side 52% compared with 48% for remain. അതായത് 52% ആൾക്കാരും പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ വിട്ട് നമുക്ക് പുറത്തു പോകാം, ഇംഗ്ലണ്ടിന് യൂറോപ്യൻ യൂണിയൻ്റെ കൂടെ നിന്നുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല, അതുകൊണ്ട് പുറത്ത് കടക്കാമെന്ന് 52% ആൾക്കാരും 48% നമ്മൾ ഇതിൽ തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടവരുമാണ്. The result of the referendum defied expectations and ruined global markets, causing the British pound to fall to its lowest level against dollar in 30 years. It had great impact in British politics also. Former Prime Minister David Cameron, who called the referendum and campaigned for the UK to remain in the EU, announced his resignation on following the day of referendum. അപ്പോൾ ഡേവിഡ് കാമറൂൺ
ഈ പറഞ്ഞ യുവിൻ്റെ മെമ്പർഷിപ്പിൽ നിന്ന് ബ്രിട്ടൻ പുറത്ത് കടക്കണമോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ബ്രെക്സിറ്റ് ഹിതപരിശോധന നടത്തിയെങ്കിലും അതിനെ അംഗീകരിക്കാതെ അദ്ദേഹം യുയിൽ തുടരാനായിട്ട് തീരുമാനിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്ഥാനഭ്രഷ്ടനാവേണ്ടി വന്നതും അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. തെരേസ മേ, who replaced Cameroon as the leader of Conservative Party and the Prime Minister, stepped down as party leader voluntarily on June 7, 2019, after facing severe pressure to resign and falling 3 times to get the deal she negotiated with the EU approved by the House of Commons. The following month, Boris Johnson, a former mayor of London and foreign minister, was elected prime minister. അപ്പോൾ തെരേസ മേയ്ക്കും ഈ പ്രശ്നത്തിലൊരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹം പലതവണ ബ്രെക്സിറ്റ് നടപ്പിലാക്കി, അതിലൊക്കെ വിപരീത ഫലം കിട്ടിയിട്ടും യുയിൽ തുടരാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ 2020 ബോറിസ് ജോൺസൺ അധികാരത്തിലേക്ക് വന്നു. ബ്രിട്ടൻ ലെഫ്റ്റ് ദ യൂറോപ്യൻ യൂണിയൻ ഓൺ 31 ജാനുവരി 2020. 2020 ജനുവരി 31 അവസാനം ബ്രെക്സിറ്റിൻ്റെ തീരുമാനപ്രകാരം യുയിൽ നിന്ന് പുറത്തു കടക്കാൻ, യൂറോപ്യൻ യൂണിയൻ്റെ പുറത്ത് കടക്കാനായിട്ട് ബ്രിട്ടൻ തീരുമാനിച്ചു. അക്കോർഡിംഗ് ടു ദ എഗ്രിമെൻറ്റ്, ദ UK ഈസ് ഇൻ എ ട്രാൻസിഷണൽ ഫേസ് until at least December 31, 2020. During this period, Britain remains subject to EU law and part the EU single market and custom union. അപ്പോൾ ഒരു വർഷം അവർക്ക് ട്രാൻസിഷണൽ പീരീഡാണ്, രൂപമാറ്റം സംഭവിക്കാനുള്ള കാലഘട്ടമാണ്. അതിനിടയിൽ ആ ഒരു വർഷം, അതായത് ജനുവരി 31 മുതൽ ഡിസംബർ 31 വരെയുള്ള ഈ 2020 വർഷത്തിൽ അവരിപ്പോഴും സിംഗിൾ മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഇവരുടെ യുവിൻ്റെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോവേണ്ട ഒരു രാജ്യവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഡിസംബർ 31 ശേഷം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ്റെ പുറത്തേക്ക് പൂർണ്ണമായിട്ടും കടക്കും. Many factors contributed for Britain's exit from European Union. British politics has always included a faction that's skeptical of deeper integration with the rest of Europe. This faction has grown stronger in recent years as the EU had struggled with the aftermath of 2008 financial crisis. Britain joined the European Economic Community in 1973 and hence the EU in 1990s. But Britain never fully accepted the legitimacy of European control over British institutions in a way that the other EU members did. It refused, for example, to join either Schengen area, which eliminates internal border control, or common currency euro. In 2008, Britain's background Euroscepticism has been amplified by the poor performance of European economies. അപ്പോൾ എല്ലാ രാജ്യങ്ങളും യുവിൽ മെമ്പേഴ്സായിട്ടുള്ളവരൊക്കെ ഈ പറയുന്ന യുവിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ ബ്രിട്ടൻ പലപ്പോഴും പല കാര്യങ്ങളിലും സ്വന്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും അതിനെ വ്യക്തമായിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ യൂറോ സ്കെപ്റ്റിസിസം എന്ന് പറയുന്ന അവരുടെ ഒരു പോളിസി തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദ പോസ്റ്റ് 2008 റിസഷൻ വാസ് ബാഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബട്ട് ഇറ്റ് വാസ് റിയലി ബാഡ് ഇൻ ടു ദ യൂറോ ഏരിയ. ദ യൂറോ സോൺ ടുക്ക് എ ഗ്രേറ്റർ ഹിറ്റ് ദാൻ the US did initially and then quickly collapsed back into recession other than experiencing a continued recovery. അപ്പോൾ 2008 ഗ്ലോബൽ റിസഷൻ വന്നപ്പോൾ അത് യൂറോ മേഖലയെ അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനെ വളരെ കാര്യമായിട്ട് ബാധിക്കുകയും അതിൻ്റെ പേരിൽ വലിയ ഔട്ട്ബ്രേക്ക് പല രാജ്യങ്ങളിലും ഉണ്ടാവുകയും ചെയ്തു. അതിൽ നിന്ന് മുക്തി നേടാൻ അല്ലെങ്കിൽ അതിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ട് ഈ രാജ്യങ്ങൾക്ക് സാധിക്കാതെ വന്നൊരവസ്ഥയിലാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനെ വിട്ട് പുറത്തു പോകുന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കുന്നത്. ദ ബിഗ്ഗസ്റ്റ് റീസൺ ഫോർ ദിസ് കൊളാപ്സ് വാസ് ദി യൂറോ ഇറ്റ് സെൽഫ്. While the reform of the Central Bank of America helped to heal its wounds of the economic recession,
The reforms of European Central Bank added fuel to the fire. The ECB raised the interest rate and it seems that entire Eurozone system would collapse. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ECB തന്നെയാണ്. യൂറോ സെൻട്രൽ ബാങ്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുത്തനെ ഉയർത്തുകയും മറ്റ് രാജ്യങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ തകർക്കുന്ന രീതിയിലേക്ക് അവരൊരു തീരുമാനമെടുക്കുകയും ചെയ്തതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനായിട്ടുള്ള പ്രധാന കാരണം. This did not affect the UK directly as it uses the pound rather than the euro. But some Britons looked at the situation and decided that EU membership was dangerous. പക്ഷേ ഈ ഇക്കണോമിക് കൊളാപ്സ് ഒന്നും ബ്രിട്ടനെ കാര്യമായിട്ട് ബാധിച്ചില്ല. കാരണം ബ്രിട്ടനിൽ യൂറോയല്ല അവർ ഉപയോഗിക്കുന്നത്. അവർ യൂറോയുടെ കാര്യത്തിലൊക്കെ പണ്ടേ തീരുമാനം മാറ്റിയവരാണ്. അവരിപ്പോഴും പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കതൊരു വലിയ പ്രശ്നം ഉണ്ടാവാനായിട്ട് സാധിച്ചില്ല. എന്നിരുന്നാലും അവർക്കൊരു കാര്യം മനസ്സിലായി, ഇനി യുവിൻ്റെ മെമ്പറായിട്ട് തുടർന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയന് സംഭവിക്കുന്ന എല്ലാ കൊളാപ്സും നാച്ചുറലി നമ്മുടെ രാജ്യത്തേക്കും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എത്രയും വേഗം അതിൻ്റെ മെമ്പർഷിപ്പ് വിട്ട് കളയണം എന്നുള്ളത് ബ്രിട്ടൻ ആഗ്രഹിച്ചു. By mid of 2012, after 3 years of the Eurozone crisis with no real end in sight, Prime Minister David Cameron was under significant pressure from members of his own Conservative Party to hold a referendum on whether the UK should stay in the EU. In 2013, Cameron promised to hold such a referendum if his party won Britain's 2015 election. The referendum took place on 23rd June 2016. അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ മോശമാണ്. ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ബ്രിട്ടൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചത്, ഇതിനു വേണ്ടിയിട്ടൊരു ജനഹിത പരിശോധന നടത്താൻ തീരുമാനിക്കുന്നതും ആ ഹിതപരിശോധനയിലൂടെ 2013 എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിൽ വന്ന തീരുമാനത്തെ അംഗീകരിക്കാൻ ഡേവിഡ് കാമറൂൺ തയ്യാറാവാതിരുന്നുകൊണ്ടാണ് 2015 ഇലക്ഷനിൽ തെരേസ മേ അധികാരത്തിലേക്ക് കടന്നു വരുന്നതും പിന്നീട് വീണ്ടും ഒരു റഫറൻഡം വെക്കുന്നതും അതിലും അനുകൂലമായിട്ടുള്ള നിലപാട് EUവിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് തന്നെയാണ് ബ്രിട്ടനിലെ ജനങ്ങളുടെ ആഗ്രഹം എന്ന് മനസ്സിലാക്കിയിട്ട് അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് തെരേസ മേയ്ക്കും അധികാരം നഷ്ടപ്പെടുകയും ബോറിസ് ജോൺസൺ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് കടന്നു വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ബ്രിട്ടൻ്റെ ബ്രെക്സിറ്റ് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ജെൻഡർ ഇഷ്യൂസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ജെൻഡർ ഇഷ്യൂ പ്രധാനമായിട്ടും ആണിനും പെണ്ണിനും ഒരേ റൈറ്റ്സ് എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, പൊളിറ്റിക്സിൽ ലഭ്യമാക്കണം എന്നുള്ള ആവശ്യം അത് എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ള ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ള സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ ഇഷ്യൂസ് എന്നും ഉണ്ടായിരുന്നൊരു പ്രോബ്ലം ആണെന്നിരിക്കലും അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ആ രാജ്യത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ബ്രിട്ടൻ. രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്തത് യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ 27 രാജ്യങ്ങൾ സമഗ്രമായി കൂടിയാലോചിച്ച് അവരുടെ എല്ലാ രാജ്യങ്ങളുടെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും സമഗ്രമായിട്ടുള്ള ഇക്കണോമിക്കൽ സബ്സിസ്റ്റൻസിന് വേണ്ടിയിട്ടും കൊണ്ടുവന്ന സംഘടനയാണ് EU എന്ന് പറയുന്നത്. ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തുടക്കത്തിൽ ബ്രിട്ടൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് ബ്രിട്ടൻ ഇതിൻ്റെ ഭാഗമാവുകയും ഇവരുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള സഹകരണമല്ല എങ്കിലും ആവശ്യമായിട്ടുള്ള മേഖലകളിൽ സമാധാനം നിലനിർത്തുന്നതിൽ, ഡെമോക്രസി നിലനിർത്തുന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ബ്രിട്ടൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ പറയുന്ന EU എന്ന യൂറോപ്യൻ യൂണിയന് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള രാജ്യവുമാണ്. എങ്കിലും EUവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കണ്ണടച്ച് സ്വാഗതം ചെയ്യാനോ കണ്ണടച്ച് അതിനെ അംഗീകരിക്കാനോ ബ്രിട്ടൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. യൂറോപ്യൻ യൂണിയനിൽ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുള്ള രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്ത് സമാധാനം നിലനിർത്തിയതിൻ്റെ പേരിൽ ഒരു സംഘടനയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് EUവിനാണ് കിട്ടിയിട്ടുള്ളത്. അത് 2013 12 മറ്റോ നൊബേൽ പ്രൈസ് കൊടുത്ത്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കൊടുത്ത് അവരെ ആദരിക്കുകയും ചെയ്തിരുന്നു. ഈവൺ ഈ COVID-19 കാലഘട്ടത്തിൽ പോലും
യുവിന് ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ജനങ്ങളുടെ ജനഹിത പരിശോധനയ്ക്ക് എടുക്കുന്ന അല്ലെങ്കിൽ ജനഹിതം മനസ്സിലാക്കാനായിട്ട് ഗവൺമെൻറ് നടത്തുന്ന റഫറൻഡത്തിന് വിളിക്കുന്ന പേരാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് ബ്രിട്ടനിലെ ബ്രെക്സിറ്റ് അതായത് ജനഹിത പരിശോധന നടത്തിയിട്ടുള്ളത് യുവിൻ്റെ ഭാഗമായിട്ട്, യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടൻ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബ്രെക്സിറ്റ് നടപ്പിലാക്കിയത്. ആദ്യം നടപ്പിലാക്കിയത് ഡേവിഡ് കാമറൂൺ ആണ്. പക്ഷെ അദ്ദേഹത്തിന് ആ നടപ്പിലാക്കിയ കാര്യത്തിൽ നിന്ന് കണ്ടെത്തിയത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതിനുശേഷം തെരേസ മേ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിനും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ബോറിസ് ജോൺസൺ അധികാരത്തിൽ വരികയും 2020 ജാനുവരി 31 ബ്രിട്ടൻ യുവിൻ്റെ പുറത്ത് കടക്കാനായിട്ട്, യൂറോപ്യൻ യൂണിയൻ്റെ പുറത്ത് കടന്ന് ഒരു സിംഗിൾ രാജ്യമായിട്ട് നിലനിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, കോവിഡിനെതിരെ ശക്തമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. നമ്മളുടെ 3rd സെമസ്റ്ററിലെ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ ഇതോടുകൂടി എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ക്ലാസ്സും കൂടി നമ്മൾ ചർച്ച ചെയ്യും. കൃത്യമായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടത്, എങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാം, പരീക്ഷയ്ക്ക് എങ്ങനെ അതിനെ ഫലപ്രദമായിട്ട് നേരിട്ട് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. അതിനുവരെ ടേക്ക് കെയർ. താങ്ക് യു.